ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ. നേരത്തെ ചിക്കൻ റോസ്റ്റ് എന്നാണ് ഞാൻ അവസാനം പറഞ്ഞത്. ചിക്കൻ റോസ്റ്റ് അല്ല, ചിക്കൻ ഫ്രൈ. ലാസ്റ്റ് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചിക്കനെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല ചേർക്കുന്നു. ഈ മസാല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു 4-5 വറ്റൽമുളക്, ഒരു 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ മറ്റേ 2 തരം ജീരകം, നല്ല ജീരകവും അതുപോലെ നമ്മൾ ഈ വെള്ളത്തിലിടുന്നില്ല അതുപോലെയുള്ള ജീരകം, അങ്ങനെ 2 ജീരകം, 1/4 സ്പൂണോളം കുരുമുളക്, ഒരു 1/2 സ്പൂണോളം ഉലുവ. ഇത്രയും സാധനങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്ത് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത്, അതും ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു തണ്ട് വേപ്പില, അതുകൂടാതെ ഒരു 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് അതിലേക്ക് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് കാശ്മീരി ചില്ലി, 1 സ്പൂണ് ചിക്കൻ മസാല, ഒരു 1/2 സ്പൂണ് ഗരം മസാല, ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ ഇത് ഇതാക്കുന്നത്. ഇതിൽ ഉപ്പിട്ടിട്ടില്ല, ഇതിലിപ്പോൾ മസാല മാത്രമേ. മസാല നമ്മൾ തേച്ച് പിടിച്ചതിന് ശേഷം, എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് ഒരു 1/2 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ പറ്റും. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാണാം. അപ്പം നമ്മളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ തുടരുകയാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്കൊരു 2 സ്പൂണോളം എണ്ണ ഒഴിക്കുന്നു. അധികം എണ്ണയൊന്നും വേണ്ട. ചിക്കൻ ഫ്രൈ ആണെങ്കിലും അധികം എണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം അതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് അടക്കും. അതുപോലെ ഇനി മൂത്ത് വെച്ച് 2 സൈഡ് മറിച്ചിട്ട് ഇതാക്കുക. അതിനോടൊപ്പമായിട്ട് അത് നോക്കുന്നതിനോടൊപ്പം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ്, അതൊരു സ്പൂൺ കൊണ്ട് എല്ലാ കഷ്ണങ്ങളായിട്ട് 3 കഷ്ണമാണ്, ഏകദേശം 3 കഷ്ണം ഒരു സ്പൂൺ നെയ്യ് കൊണ്ട് തീർക്കാം. ആ രീതിയിൽ നെയ്യ് ഒഴിച്ചത്. ഇനി ഇത് മൂത്ത് വട്ടെ 2 സൈഡ് മറിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇടുക. അപ്പോൾ എല്ലാ സെറ്റും പുറത്ത് കഴിഞ്ഞു. അവസാനത്തെ പീസും പുറത്ത് മാറ്റുന്നു. ഈ എണ്ണയിലേക്ക്, ഈ ചട്ടിയിലേക്ക് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും
മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് ചേർക്കണം. ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് ഇളക്കുക. അപ്പോൾ ആ മുരിഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിനെ മുഴുവനാക്കും. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിടി ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറും. അതിലേക്ക് സവോള അല്ലികളായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള, തീ മാക്സിമം വയ്ക്കുക. ജസ്റ്റ് ഒന്ന് മൂറ്റിയതുണ്ട്. ഇതിൽ കോഴി നേരത്തെ വറുത്തതിൻ്റെ ഒരു ഉപ്പുണ്ടാവും, എന്നാലും ഒരു 1/2 സ്പൂണ് ഉപ്പിടുക. ആ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാണ്. കൂടുതൽ നേരമൊന്നും വരണ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. തീ മാക്സിമത്തിൽ വയ്ക്കുക. ഒരു ചൈനീസ് സാധനം ഉണ്ടാക്കുന്ന പോലെ ഇതിലേക്ക് വയ്ക്കുക. ഉള്ളി ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞാൽ ടൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി പുറത്തെ ഭാഗത്ത് മാത്രമേ വെന്ത് കിട്ടുന്നുള്ളൂ. തുടയൊന്നും വേണ്ട. പുറത്ത് പൊലിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ഉപയോഗിക്കുക. തക്കാളി ഒന്ന് ചൂടായി വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ള, നീളത്തിൽ അരിഞ്ഞതാണ്. അത് ഇതിനകത്തിട്ട് അതും അധികം വേഗമൊന്നും വേണ്ട, ഒന്ന് ചൂടാകിയ ആവശ്യമുള്ളൂ. ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ 3 പച്ചമുളക് നെടുകെ കീറിയത് ഒരു 2 വേപ്പില, ഇതിൽ വേറെ മസാലകളോ വേറെ സാധനങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും സാധനം മതി. ചൂടാക്കുക എന്നുള്ള ഒരു പ്രൊസീജിയർ മാത്രം മതി. ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ, ചൂടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ തക്കാളിയുടെയൊക്കെ പുറഭാഗം നോക്കി കഴിഞ്ഞാൽ കാണാം വെന്ത് ആ ഒരു പുറമാനുള്ള തീ ഓഫ് ചെയ്യുക. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇത് ഇടുക. ഇളക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ചിക്കൻ റോസ്റ്റ്.